നമസ്കാരം. ഓ ശ്രീമദ് വാൽമീകി രാമായണം. കുജനം രാമ രാമേതി മധുരം മധുരാക്ഷരം ആരുഹ്യ കവിതാശാഖാം വന്ദേ വാൽമീകി കോകിലം. രാമായ രാമചന്ദ്രായ രാമഭദ്രായ വേധസേ രഘുനാഥായ നാഥായ സീതായ പതേ നമഃ. മനോജവം മാരുതതുല്യവേഗം ജിതേന്ദ്രിയം ബുദ്ധിമതാം വരിഷ്ടം വാദാത്മജം വാനരയൂഥമുഖ്യം ശ്രീരാമദൂതം ശരണം പ്രപദ്യേ. ശ്രീമദ് വാൽമീകി രാമായണം അയോധ്യാകാന്ഡം 98 സർഗഃ 98 സർഗം 1 തുടങ്ങി 10 വരെയുള്ള ശ്ലോകങ്ങൾ പാരായണം ചെയ്യാം. ശ്ലോകം 1 98 സർഗത്തിലെ. നിവേശ്യ സേനാം തു വിഭു പദ്ഭ്യാം പാദവതാം വരഹ അഭിഗന്തും സകാകുൽസ്തം യേഷ ഗുരുവർത്തകം. നിവിഷ്ടമാത്രേ സൈന്യേ തു യഥോദ്ദേശം വിനീതവത് ഭരതോ ഭ്രാതരം വാക്യം ശത്രുഘ്നമിതമബ്രവീത്. ക്ഷിപ്രം വനമിദം സൗമ്യം നരസംഖ്യൈ സമന്തതഃ ലുബ്ധൈച്ഛസഹിതൈരേഭി സ്ത്വമന്വേഷിതുമർഹസി. ഗുഹോജ്ഞാതിസഹസ്രേണ ശരചാപാസി പാണിന സമന്വേഷതു കാകുൽസ്താവസ്മിൻ പരിവ്രത സ്വയം. അമാത്യൈ സഹപൗര്യൈച്ഛ ഗുരുഭിച്ഛതുജാതിഭിഃ സഹ സർവം ചരിഷ്യാമി തദ്ഭ്യാം പരിവ്രത സ്വയം. യാവന്ന രാമം ദ്രക്ഷ്യാമി ലക്ഷ്മണം വാ മഹാബലം വൈദേഹിം വാ മഹാഭാഗാം ന മേ ശാന്തിർഭവിഷ്യതി. യാവന്ന ചന്ദ്രസംകാശം തദ്രക്ഷ്യാമി ശുഭാനനം ഭ്രാതു പത്മവിശാലാക്ഷം ന മേ ശാന്തിർഭവിഷ്യതി. സിദ്ധാർത്ഥ ഖലു സൗമിത്രിച്ഛത്ര വിമലോപമം മുഖ്യം പശ്യതി രാമസ്യ രാജീവാക്ഷം മഹാദ്യുതി. 8 ശ്ലോകം ഒന്നുകൂടി ചൊല്ലാം. സിദ്ധാർത്ഥ ഖലു സൗമിത്രിര്യച്ഛന്ദ്രവിമലോപമം മുഖം പശ്യതി രാമസ്യ രാജീവാക്ഷം മഹാദ്യുതി. യാവന്ന ചരണൗ ഭ്രാതു പാർത്ഥിവവ്യഞ്ജനാന്വിതൗ ശിരസാ പ്രഗ്രഹീഷ്യാമി ന മേ ശാന്തിർഭവിഷ്യതി. യാവന്ന രാജ്യേ രാജ്യാർഹ പിതുർപൈതാമഹേ സ്ഥിതഃ അഭിഷിക്തോ ജലക്ലിന്നോ ന മേ ശാന്തിർഭവിഷ്യതി. അവർ രാമനും ലക്ഷ്മണനും താമസിക്കുന്ന കുടിലിനടുത്ത് ഭയങ്കര ശബ്ദ കോലാഹലമൊക്കെ കേട്ട് ലക്ഷ്മണനൊരു സാലഗ്രാമത്തിൽ കയറി ചുറ്റും നിരീക്ഷിച്ച് അത് ഭരതനും സൈന്യവുമാണെന്ന് മനസ്സിലാക്കുന്നു. കുറച്ചു കഴിഞ്ഞ് തങ്ങളുടെ അച്ഛൻ തന്നെയാണ് വന്നിരിക്കുന്നതെന്നും അവർക്ക് സംശയം തോന്നുന്നു. അപ്പോൾ ശ്രീരാമൻ ലക്ഷ്മണനോട് വൃക്ഷത്തിൽ നിന്നിറങ്ങി ശാന്തനായി അവിടെ നിൽക്കുവാൻ അപേക്ഷിക്കുകയാണ്. ഭരതൻ ശത്രു ഉദ്ദേശത്തോടു കൂടിയൊന്നുമല്ല വന്നിരിക്കുന്നത്, തങ്ങളെ കാണുവാനും കൂട്ടിക്കൊണ്ടുപോകാനുമാണ് വന്നിരിക്കുന്നതെന്ന് രാമൻ ലക്ഷ്മണനെ സാന്ത്വനിപ്പിക്കുന്നു. 98 സർഗ 98 സർഗത്തിലെ 1 ശ്ലോകം.
നിവേശ്യ സേനാം തു വിഭു പദ്ഭ്യാം പാദവതാം വരഹ അഭിഗന്തും സകാകുൽസ്ഥം യേഷ ഗുരുവർത്തകം. നരോത്തമനായ ഭരതൻ സേനയുടെ ഗതി നിർത്തിയതിനു ശേഷം ഗുരുജനമായ കാകുൽസ്ഥനെ സമീപിക്കാൻ കാൽനടയായി ചെന്നു. ശ്ലോകം 2. നിവിഷ്ടമാത്രേ സൈന്യേ തു യഥോദ്ദേശം വിനീതവത് ഭരതോ ഭ്രാതരം വാക്യം ശത്രുഘ്നമിതമബ്രവീത്. നിർദ്ദിഷ്ട സ്ഥലത്ത് സൈന്യത്തെ ഒതുക്കി നിർത്തിയ ശേഷം ഭരതൻ ഭ്രാതാവായ ശത്രുഘ്നനോട് പറഞ്ഞു. ശ്ലോകം 3. ക്ഷിപ്രം വനമിദം സൗമ്യം നരസംഖ്യൈ സമന്തതഃ ലുബ്ധൈച്ഛ സഹിതൈരേഭിസ്ത്വമന്വേഷിതുമർഹസി. കൂടെയുള്ള ആളുകളോടും വേടന്മാരോടും കൂടി വേഗത്തിൽ എല്ലായിടത്തും അന്വേഷണം നടത്തുക. രാമൻ വാസ്തവത്തിൽ എവിടെയാണുള്ളതെന്ന് അന്വേഷണം നടത്തുക. ശ്ലോകം 4. ഗുഹോജ്ഞാതിസഹസ്രേണ ശരചാപാസി പാണിന സമന്വേഷതു കാകുൽസ്ഥാവസ്മിൻ പരിവ്രത സ്വയം. ഗുഹൻ ബന്ധുജനങ്ങളോടുകൂടി അമ്പും വില്ലുമെടുത്ത് കാകുൽസ്ഥന്മാരെ അന്വേഷിക്കട്ടെ. ശ്ലോകം 5. അമാത്യൈ സഹപൗര്യൈച്ഛ ഗുരുഭിശ്വതിജാതിഭിഃ സഹ സർവം ചരിഷ്യാമി പദ്ഭ്യാം പരിവ്രത സ്വയം. മന്ത്രിമാരോടും പൗരന്മാരോടും ഗുരുക്കളായ ബ്രാഹ്മണരോടും കൂടി ഞാനും കാൽനടയായി അന്വേഷിക്കാം. ശ്ലോകം 6. യാവന്ന രാമം ദ്രക്ഷ്യാമി ലക്ഷ്മണം വാ മഹാബലം വൈദേഹിം വാ മഹാഭാഗാം നമേ ശാന്തിർഭവിഷ്യതി. മഹാബലനായ ലക്ഷ്മണനെയും മഹാഭാഗയായ വൈദേഹിയെയും രാമനെയും കാണുന്നതുവരെ എനിക്ക് മനഃശാന്തി ഉണ്ടാവില്ല. ശ്ലോകം 7. യാവന്ന ചന്ദ്രസംകാശം തദ്രക്ഷ്യാമി ശുഭാനനം ഭ്രാതു പത്മവിശാലാക്ഷം നമേ ശാന്തിർഭവിഷ്യതി. പത്മവിശാലമായ കണ്ണുകളോടുകൂടിയവനും പൂർണ്ണചന്ദ്രനെ പോലുള്ള മുഖത്തോടു കൂടിയവനുമായ ഭ്രാതാവിനെ കാണും വരെ എനിക്ക് മനഃശാന്തി ഇല്ല. ശ്ലോകം 8. സിദ്ധാർത്ഥ ഖലു സൗമിത്രി രച്ഛന്ദ്രവിമലോപമം മുഖം പശ്യതി രാമസ്യ രാജീവാക്ഷം മഹാദ്യുതി. കളങ്കമറ്റ ചന്ദ്രബിംബം പോലുള്ള മുഖമുള്ളവനും രാജീവാക്ഷനും തേജോമയനുമായ രാമനെ കണ്ടുകൊണ്ടിരിക്കുന്ന സൗമിത്രി തികച്ചും ചരിതാർത്ഥ്യൻ തന്നെ. ശ്ലോകം 9. യാവന്ന ശരണൗ ഭ്രാതു പാർത്ഥിവവ്യഞ്ജനാന്വിതൗ ശിരസാ പ്രഗ്രഹീഷ്യാമി നമേ ശാന്തിർഭവിഷ്യതി. ചക്രവർത്തി ലക്ഷണങ്ങളോടുകൂടിയ ഭ്രാതൃപാദങ്ങളിൽ ശിരസണയ്ക്കും വരെ എനിക്ക് മനഃശാന്തി ഉണ്ടാവില്ല. 10-ാമത്തെ ശ്ലോകം. യാവന്ന രാജ്യേ രാജ്യർഹ പിതുർപൈതാമഹേ സ്ഥിതഃ അഭിഷിക്തോ ജലക്ലിന്നോ നമേ ശാന്തിർഭവിഷ്യതി. പിതൃപൈതാമഹന്മാരിൽ നിന്നും പാരമ്പര്യമനുസരിച്ച് കൈക്കൊള്ളേണ്ട രാജ്യത്തിൽ രാജ്യാർഹനായ അദ്ദേഹത്തെ അഭിഷേകം കഴിച്ച് ജലത്തിൽ സ്നാതനായി കാണും വരെ എനിക്ക് ഒരു സ്വസ്ഥതയുമില്ല. ലോകാ സമസ്ത സുഖിനോ ഭവന്തു.